ജോലിയിൽ സംഘർഷമുണ്ടോ എന്ന് സർവേ നടത്തുകയും സംഘർഷമുണ്ടെന്ന് തുറന്നു പറഞ്ഞവരെ പിരിച്ചുവിടുകയും ചെയ്ത കമ്പനി പ്രശ്നക്കുരുക്കിൽ. ഡൽഹിക്കടുത്ത നോയിഡയിലെ യെസ് മാഡം ബ്യൂട്ടി സ്റ്റാർട്ടപ്പാണ് മനുഷ്യത്വ വിരുദ്ധ നടപടിക്ക് പ്രതിക്കൂട്ടിലായത്. ആരെയും പിരിച്ചു വിട്ടിട്ടില്ലെന്നും ഇടവേള നൽകിയതാണെന്നും വിശദീകരിക്കുകയാണ് കമ്പനി ഇപ്പോൾ. വളർച്ചയും നാണ്യപ്പെരുപ്പവുമായുള്ള ശരിയായ സന്തുലിതാവസ്ഥ തിരിച്ചുപിടിക്കുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വെല്ലുവിളിയെന്ന് ഓർമ്മിപ്പിച്ചാണ് റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്ത് നിന്ന് ശക്തികാന്ത ദാസിന്റെ പടിയിറക്കം. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യത്തകർച്ചയാകട്ടെ സർവകാല റെക്കോർഡിൽ. പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്ര എന്തു മാറ്റം കൊണ്ടുവരും? കാത്തിരിക്കാം. 800-ൽ പരം നഴ്സുമാർ ഉൾപ്പെടെ 1425 പേർ 703 കോടിയോളം രൂപ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ മുങ്ങിയെന്ന് ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റ്. എറണാകുളം, കോട്ടയം ജില്ലകളിൽ 10ഓളം പേർക്കെതിരെ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് പോലീസ്. മ്യൂച്വൽ ഫണ്ടുകളിലെ പ്രതിമാസ നിക്ഷേപത്തിൽ നവംബറിൽ ഗണ്യമായ ഇടിവ്. ഒക്ടോബറിൽ 2.39 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്ന സ്ഥാനത്ത് നവംബറിൽ നിക്ഷേപം 60,363 കോടി രൂപയായി കുറഞ്ഞു. 75% ഇടിവ്. കേരളത്തിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും സംരംഭക സഭകൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും.